10 ബ്രെയിൻ ചേഞ്ചിങ് ബെനിഫിറ്റ്സ് ഓഫ് എക്സസൈസ്. എക്സസൈസിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഫാറ്റ് ബേൺ ചെയ്യുക, മസിൽ ബിൽഡ് ചെയ്യുക, നല്ല ഒരു ഫിറ്റ് ബോഡി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മളുടെ മൈൻഡിലേക്ക് വരുന്നത്. പക്ഷേ ശരിക്കും എക്സസൈസ് എന്നുള്ളത് നമ്മളുടെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും നെർവസ് സിസ്റ്റത്തിനും അതുപോലെ നമ്മളുടെ ബോഡി കെമിസ്ട്രിയെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെയധികം ഉപകാരപ്രദമാണ്. സോ ഇതുകൊണ്ടാണ് കൺസിസ്റ്റൻ്റ് എക്സസൈസ് എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗത്തെയും തന്നെ മുഴുവൻ ഏരിയാസിനെയും തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇതുവരെ എക്സസൈസ് ചെയ്യുന്നില്ല എങ്കിലും ഇനി മുതൽ എക്സസൈസ് ചെയ്യാനായി ആരംഭിക്കുന്ന സമയത്ത് ഇനി പറയാൻ പോകുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്കും കൂടി ലഭിക്കാൻ ആരംഭിക്കും. അതിൽ ആദ്യത്തേത്, എക്സസൈസ് ക്യാൻ ഹെൽപ്പ് യു ടു ലേൺ ബെറ്റർ ആൻഡ് ഫാസ്റ്റർ. ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ കോളേജിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലേണിംഗ്, അതായത് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, പെട്ടെന്ന് തന്നെ ഗ്രഹിച്ചെടുക്കുക എന്നുള്ള കാര്യം നമ്മളുടെ ഒരുപാട് ഒരു ടച്ച് വിട്ട് പോയ പോലെ പലർക്കും തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. സോ ഇത് വീണ്ടും റീഗെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ ബ്രെയിനിന് പല എക്സസൈസും കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ നമ്മളുടെ ബ്രെയിനിന് പല രീതിയിലുള്ള എക്സസൈസും കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ശരീരത്തിന് എക്സസൈസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. സോ ഇത് പ്രൂവ് ചെയ്യാനായിട്ടും ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫിറ്റ്നസ് ആയിട്ടുള്ള ചില കുട്ടികളെയും അതുപോലെ അത്രയ്ക്ക് ഫിറ്റ് അല്ലാത്തതായിട്ടുള്ള വളരെ ലീനായിട്ടുള്ള ചില കുട്ടികളെയും വിളിച്ച് ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുതിയതായിട്ട് ഒരു വിഷയത്തെ ആ ഒരു സമയത്ത് ആ ഒരു അധ്യാപകർ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ദെൻ അതിൻ്റെ രീതിയിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഹൈ ഫിറ്റ്നസ്, നല്ല ഒരു ഫിറ്റ്നസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികളുടെ അക്കാദമിക് സ്കോറും നല്ല രീതിയിൽ തന്നെ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഇത് എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ ലേണിംഗ് എബിലിറ്റിയെ വർദ്ധിപ്പിക്കുകയും ഹൈ ഫോക്കസ്ഡ് ആൻഡ് കോൺസെൻട്രേഷൻ ആയിരിക്കാനും സഹായിക്കുന്നു. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലും ബ്രെയിനിലും ആയിട്ട് പുതിയ ഒരുപാട് സെൽസുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട് അത്രേ. സോ ഇത് കാരണമാണ് നമ്മൾക്ക് ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്നും വളരെ നല്ല രീതിയിലും ലേൺ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് ടഫായിട്ടുണ്ട്, അല്ല എങ്കിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരാഴ്ചത്തേക്ക് എക്സസൈസ് ചെയ്യുന്നത് ഒരു സ്ഥിരം ഹാബിറ്റാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ആ ഒരു സബ്ജക്റ്റും പഠിച്ചു നോക്കുക. നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനായി സാധിക്കും. അടുത്തത് നമ്പർ 2, ഇംപ്രൂവ് ഇമോഷണൽ റെഗുലേഷൻ. ഈ പോയിന്റിൽ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. നമുക്ക് പൊതുവെ ഉണ്ടാകുന്ന ചില ഇമോഷൻസ് ആണ് ആംഗ്രി, സാഡ്നെസ് ആൻഡ് ഹങ്കർ. അങ്ങനെയെങ്കിൽ ഈ ഇമോഷൻസിൽ നമ്മൾ എപ്പോഴും വീഴാതെ അതിനെ ഓവർകം ചെയ്യുന്നതും ഒരു സ്കില്ലല്ലേ? 2019 ഇയറിൽ ഒരു മൈൻഡ് ബോഡി എക്സ്പെരിമെന്റ് നടത്തിയതിൽ, അതായത് ജോഗിംഗ് ആൻഡ് മൈൻഡ്ഫുൾനെസ് യോഗ ചെയ്തതിന്റെ ഫലമായി ഇമോഷണൽ റെഗുലേഷൻ ഇംപ്ലിസിറ്റ് ചെയ്തതായിട്ടാണ് റിസൾട്ട് കണ്ടിട്ടുള്ളത്. ഈ 8 ആഴ്ച നീണ്ടുനിന്ന പഠനത്തിൽ മൈൻഡ് ബോഡി എക്സർസൈസ് ഇന്റർവെൻഷൻ നമ്മുടെ ഇമോഷണൽ ബാലൻസിനെ വീണ്ടെടുക്കുവാനും ഇമോഷണൽ സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്ഫുൾ ആകുമെന്നും കണ്ടെത്തി. ഈ സ്റ്റഡിയിൽ ഇംപ്ലിസിറ്റ് ഇമോഷൻസിനെ ഗ്രേറ്റർ ഇംപ്രൂവ് ചെയ്യണമെന്ന് പ്രെഡിക്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇമോഷണൽ റെഗുലേഷൻസിനെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എയറോബിക് എക്സർസൈസുകളാണ് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇന്ന് വരെ വ്യായാമം ചെയ്ത് ശീലമേ ഇല്ലാത്ത ആളുകൾ ഈ സ്റ്റഡി കണ്ടക്ട് ചെയ്തതിന് ശേഷം അവർ വ്യായാമം ചെയ്യാൻ തുടങ്ങിയിട്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. തുടക്കത്തിൽ എല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ നമ്മൾ തുടർന്ന് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഹാബിറ്റായി മാറും. അതിനാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരിക്കലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്, കാരണം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ന്യൂസ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത് ഞാനൊരു റീലെവൽ പ്രൊഫൈൽ കാണുവാനിടയായി. പേ ഓർഡറുകൾ പോലും ഡെലിവർ ചെയ്യാത്ത UPയിലെ ഒരു ഉൾപ്രദേശത്ത് നിന്ന് കൂ എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ജോലി കിട്ടിയ ആളായിരുന്നു അത്. ഇന്ത്യയുടെ ട്വിറ്റർ എന്നാണ് കൂ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അറിയപ്പെടുന്നത്. അതെ, നേപ്പാളിലെ അതിർത്തിയോട് ചേർന്നുള്ള UPയിലെ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള സൈഫർ ആയിരുന്നു അത്. നിങ്ങൾ ഇന്ത്യയിലെ ഏത് കോണിലാണെങ്കിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഏത് ഇന്ത്യൻ കമ്പനിയിലും ജോലി നേടാം. ഇത് സൈഫറിനും സംഭവിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ജോലി ഇന്ത്യയിലെ മികച്ച പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികളിൽ ഒന്നിലാണ്. നിങ്ങൾക്കും പല കഴിവുകളും ഉണ്ടായിരിക്കും, എന്നാൽ നിങ്ങൾ ആ കഴിവുകളൊക്കെ എവിടെ പ്രദർശിപ്പിക്കും? ലെവലിൽ ഒരു ടെസ്റ്റ് നടത്തി സൈഫർ അത് തെളിയിച്ചു. വീട്ടിലിരുന്ന് സിമ്പിളായ ഒരു
ടെസ്റ്റ് നടത്തി ജോലി ഏറ്റെടുത്തു. സൈഫറിന്റെ ഈ ട്വിറ്റർ പ്രൊഫൈൽ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇതുപോലെ 200-ലധികം ഇന്ത്യൻ കമ്പനികളിലേക്ക് റീലെവലിലൂടെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. സൈഫർ എപ്പോഴും ഒരു ടെക് ജോബ് ആഗ്രഹിച്ചിരുന്നു. ഇന്റർവ്യൂ ലൊക്കേഷനുകളെല്ലാം ദൂരെ ആയതിനാൽ അദ്ദേഹത്തിന് അവസരങ്ങളെല്ലാം മിസ്സാവാൻ തുടങ്ങി. ഭാഗ്യവശാൽ അദ്ദേഹം റീലെവലിനെ കുറിച്ച് അറിഞ്ഞു. അവൻ റീലെവൽ ടെസ്റ്റ് വിജയിക്കുകയും 15 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിലെ മുൻനിര കമ്പനികളുമായി അഭിമുഖം നടത്തി ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. അവസാനം കൂവിൽ ജോലി നേടി. സൈഫർ സ്ഥിരമായ ഉത്സാഹത്തിന്റെ ഒരു യഥാർത്ഥ നിർവചനമാണ്. നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കും സൈഫറിനെ പോലെ കഴിവുകൾ തെളിയിക്കാൻ സാധിച്ചാൽ ജോലി ഉറപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ജോലികളൊന്നും ഇല്ല, എന്നാൽ സൈഫറിനെ പോലെ ഇന്ത്യയിലെ മികച്ചൊരു കമ്പനിയിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ഉണ്ട് എന്നാൽ നിങ്ങൾക്കൊന്ന് കരിയർ മാറ്റുവാൻ ആഗ്രഹമുണ്ടെങ്കിലും റീലെവൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ജോബ് സ്വന്തമാക്കുവാനുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത പോയിന്റ് കേൾക്കാം. അടുത്തത് നമ്പർ 3, എക്സർസൈസ് എഫക്ട്സ് യുവർ മെമ്മറി. യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയയിൽ കുറെ റിസർച്ചേഴ്സ് ചേർന്ന് ഒരു സ്റ്റഡി ചെയ്തു. അവർ പറയുന്നത് നമ്മൾ എയറോബിക് വ്യായാമങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വെറ്റിംഗ് റേറ്റ് ഇംപ്രൂവ് ആകും. അതായത് ഇതിനെല്ലാം കാരണമായിട്ടുള്ള ഹിപ്പോ ക്യാമ്പസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് വെർബൽ മെമ്മറിയിൽ, അതായത് നമ്മുടെ ലേണിംഗിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ തലച്ചോറിന്റെ ഒരു ഭാഗമാണ്. ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ളതും പഠിച്ചു വെക്കാനുള്ളതുമായ കാര്യങ്ങളെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയും എന്നാണ് പഠനം പറയുന്നത്. ഈ ഭാഗത്ത് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. ഇതേ വിഷയത്തിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഈ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായതുമില്ല. അതുകൊണ്ട് മെമ്മറി ബൂസ്റ്റിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാർഡിയോ വാസ്കുലർ എക്സർസൈസുകളാണ്. ഇത് നിങ്ങളുടെ വർക്കൗട്ട് റൊട്ടീനിൽ ആഡ് ചെയ്യൂ. എന്നാൽ നിങ്ങൾക്ക് മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ എക്സർസൈസ് അധികം ചെയ്യുന്നത് ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിന് അത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളും പറഞ്ഞിട്ടുണ്ട്. എക്സർസൈസ് ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും ഇൻഫ്ലമേഷനെയും റെഡ്യൂസ് ചെയ്യും. തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടറിനെ റിലീസ് ചെയ്യും. ഈ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഘടകമാണ്. ഈ കെമിക്കൽസ് ധാരാളം ഉണ്ടായെങ്കിൽ മാത്രമേ തലച്ചോറിനകത്ത് പുതിയ ബ്ലഡ് വെസൽസ് ഉണ്ടാവുകയുള്ളൂ. അടുത്തത് നമ്പർ 4, ഡിക്രീസ് സോഷ്യൽ ആങ്സൈറ്റി. നമുക്കാണെങ്കിലും ശരി, നമ്മോടൊപ്പം ഉള്ളവർക്കാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു ഭയം എപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ? അമേരിക്കയിൽ 5:1 എന്ന റേഷ്യോയിലും അതുപോലെ ടീനേജേഴ്സിന് 3:1 എന്ന റേഷ്യോയിലും ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നടത്തിയ പഠനം. ആങ്സൈറ്റി ഇല്ലാതെയാക്കുവാൻ വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലൊരു ശീലമാണ്. അടുത്തിടെ നടന്ന ഒരു മെറ്റ അനലൈസിസിൽ ആരെല്ലാം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ധാരാളം ചെയ്യുന്നുണ്ടോ അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് 94% കൂടുതൽ ആങ്സൈറ്റിയെ ചെറുത്തു നിൽക്കാൻ കഴിവുണ്ട് എന്നതാണ് കണ്ടെത്തിയത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ കുറവാണ് ചെയ്യുന്നതെങ്കിൽ ഈ കഴിവ് കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് തെളിയിക്കുവാൻ വേണ്ടി ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ ആങ്സൈറ്റിയും ശാരീരിക അധ്വാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു പരീക്ഷണം നടത്തി. വ്യായാമം നിങ്ങളുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാൻ ഉപകരിക്കുമെന്നാണ് കണ്ടെത്തിയത്. അതായത് നിങ്ങൾ ആങ്സൈറ്റിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യുന്ന സമയത്ത് ആ ആങ്സൈറ്റിയുടെ റീസണിൽ നിന്ന് ഡൈവേർട്ട് ആകാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മസിലിന്റെ ടെൻഷൻ കുറയുമെന്നും മസിൽസ് റിലാക്സ് ആവുമെന്നും കണ്ടെത്തി. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പലതരം പരീക്ഷണങ്ങളും നടത്തി നോക്കി. അതിൽ നിന്ന് മനസ്സിലായത് അത് മാത്രമല്ല, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഓർഡറിലാകുമെന്നും മനസ്സിലായി. അതിലൂടെ നിങ്ങളുടെ ബ്രെയിൻ കെമിസ്ട്രിയിലും ചേഞ്ച് വരുമെന്ന് കണ്ടെത്തി. അതായത് ആന്റി ആങ്സൈറ്റി ന്യൂറോ കെമിക്കൽസ് നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ഇൻക്രീസ് ആകുമെന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ആങ്സൈറ്റി കുറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ പറഞ്ഞതുപോലെ നമ്മൾ എക്സർസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിന്റെ മേലെയും നമ്മുടെ ആങ്സൈറ്റിയുടെ മേലെയും നമുക്കൊരു പരിധിവരെ ചെറുത്തു നിൽപ്പ് സാധിക്കും എന്നതാണ് കണ്ടെത്തലുകളെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് ആങ്സൈറ്റി അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ റെഗുലറായി എക്സർസൈസ് ചെയ്യണമെന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യായാമം മതി ആങ്സൈറ്റി കുറയ്ക്കുവാൻ എന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആങ്സൈറ്റി ഉണ്ടാകുന്ന സമയത്ത് ഒരു എക്സർസൈസ് ചെയ്ത് നോക്കിയാൽ പോലും മതിയാകും. അടുത്തത് നമ്പർ 5, റിഡക്ഷൻ ഇൻ സ്ട്രെസ്. അമേരിക്കയിലുള്ള മായോ ക്ലിനിക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ എന്ത് വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതൊരു സ്ട്രെസ് റിമൂവർ തന്നെയാണ് എന്നാണ് കണ്ടെത്തിയത്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനുള്ള 4 കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നത് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് ബ്രെയിനിലുള്ള എൻഡോർഫിൻ എന്ന കെമിക്കലുകൾ റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് കാരണത്താൽ നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വ്യായാമവും ചെയ്യാം. എന്നാൽ പ്രത്യേകിച്ച് സജസ്റ്റ് ചെയ്യുന്നത് എയറോബിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഹൈ ലെവൽ എക്സർസൈസുകൾ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇഫക്റ്റുകളെ കുറയ്ക്കാൻ എക്സർസൈസ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇതിനുള്ള കൃത്യമായ നിർവചനം നമുക്ക് നൽകുന്നത്
പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന റിസർച്ചുകളാണ്. അവിടെ 2 എലികളെ വെച്ച് സ്ട്രെസ് റെസ്പോൺസ് റിസർച്ച് നടത്തി. ഒരു എലിയെ ഏറ്റവും കംഫർട്ടായ ഒരു സ്ഥലത്ത് സുഖമായി ജീവിക്കാൻ അനുവദിച്ചു. മറ്റൊരു എലിയെ ഒരുപാട് എന്നും ഓടിപ്പിക്കുമായിരുന്നു. എന്നിട്ടാണ് ഈ റിസർച്ച് നടത്തിയത്. അതിൽ നിന്ന് മനസ്സിലായത് എന്തെന്നാൽ ഓടി നടന്ന എലിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെറുതെ ഇരുന്ന എലിക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകുന്നു എന്നാണ് കണ്ടെത്തിയത്. ഇനി നടത്തിയൊരു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സ്ട്രെസ് കുറയുന്നുണ്ട് എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നിങ്ങൾ നല്ലപോലെ വ്യായാമം ചെയ്തതിന് ശേഷം നിങ്ങൾ ഫോക്കസ്ഡ് ആയിരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് സ്ട്രെസ് ലെവൽ കുറയുന്നത് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് 3ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അതായത് ഈ രീതിയിൽ നിങ്ങൾ മെഡിറ്റേഷനും എക്സർസൈസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി സ്ട്രെസ്സിനെ ഇത് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും എന്നാണ് പറയുന്നത്. 4ാമതായിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെഗുലറായി എക്സർസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആകാൻ കഴിയും എന്നുള്ളതാണ്. നിങ്ങൾ വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇടയിൽ കോൺഫിഡന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങളുടെ വ്യക്തിത്വം ഇംപ്രൂവ് ആകുമെന്നും നിങ്ങളുടെ മൂഡ് ഇംപ്രൂവ് ആകുമെന്നും നിങ്ങളുടെ സ്ട്രെസ് ആൻഡ് ടെൻഷൻ ഡൗൺ ആകുമെന്നും അത് കാരണത്താൽ നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റീവായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും പറയുന്നു. ചില ആളുകൾക്ക് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ രാത്രി ഉറക്കമേ വരികയില്ല. ഇങ്ങനെയുള്ളവർ വ്യായാമം ചെയ്ത് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ആകുന്നതായിട്ട് കണ്ടെത്തി. ഇങ്ങനെ ആങ്സൈറ്റിയെ കുറിച്ചും സ്ലീപ്പിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് അതിൽ വ്യായാമം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് അടുത്ത പോയിന്റിൽ കാണാം. അടുത്തത് നമ്പർ 6, things that exercise highly helps. എക്സർസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഹോർമോണുകൾ, പ്രത്യേകിച്ച് ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നിങ്ങനെയുള്ള ഹോർമോൺസ് വളരെ നന്നായി ഇംപ്രൂവ് ആകും. ഈ ഹോർമോണുകൾ ഇംപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കുവാനും നമുക്ക് നല്ലൊരു മൂഡ് എപ്പോഴും ഉണ്ടായിരിക്കുവാനും വളരെയധികം ഇത് ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിനകത്തുള്ള ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്, അത് വളരെയധികം ഇംപ്രൂവ് ആകും എന്നാണ് കണ്ടെത്തലുകൾ പറയുന്നത്. 14 ആഴ്ച നീണ്ട ഒരു സ്റ്റഡിയിൽ സോളോ FTയെ എക്സർസൈസിനോടൊപ്പം മാച്ച് ചെയ്ത് പഠനം ചെയ്തു നോക്കി. ഇതിൽ നിന്ന് മനസ്സിലായത് എക്സർസൈസ് ആണ് ഡിപ്രഷനെ കുറയ്ക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്നാണ് കണ്ടെത്തിയത്. ഈ സോളോ FT എന്താണ് അതറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. സോളോ FT എന്നത് ഡിപ്രഷൻ കുറയ്ക്കുവാൻ വേണ്ടി പൊതുവെ ഡോക്ടർമാർ എഴുതി കൊടുക്കുന്ന ഒരു ടാബ്ലറ്റിന്റെ പേരാണ്. ഇത് രണ്ടും പരീക്ഷിച്ചു നോക്കി. ഇതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും 30 മിനിറ്റ് ജോഗിംഗ് ചെയ്യുന്ന ഒരു ടീമിനെ ആദ്യം തയ്യാറാക്കി. മറ്റൊരു ടീം വ്യായാമമൊന്നും ചെയ്യാതെ സോളോ FT മാത്രം കഴിച്ചുകൊണ്ട് സ്ട്രെസ്സും ആങ്സൈറ്റിയും കുറയ്ക്കുവാൻ വേണ്ടി ശ്രമിച്ചു. 2 ടീമും സ്ട്രെസ് ഉള്ള ടീമായിരുന്നു. 14 ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം സോളോ FT ടാബ്ലറ്റ് കഴിച്ചവരെക്കാൾ കൂടുതൽ എക്സർസൈസ് ചെയ്തവർ മികച്ച റിസൾട്ട് ഉണ്ടായത് എന്നാണ് തെളിയിച്ചത്. പിന്നീട് അതിനുശേഷം ഈ പരീക്ഷണത്തിൽ പങ്കെടുത്തവരെ 6 മാസം വാച്ച് ചെയ്തു. അപ്പോൾ മനസ്സിലായത് ഇതിൽ എക്സർസൈസ് ചെയ്തവർക്ക് 8% ഡിപ്രഷനാണ് തിരിച്ചു വന്നത്. എന്നാൽ സോളോ FT മരുന്ന് കഴിച്ചവർക്ക് 38% ഡിപ്രഷൻ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതിനാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടായാൽ പോലും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സോ മെഡിസിനോ ഉപയോഗിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡിൽ വ്യായാമം ചെയ്യുക മാത്രം ചെയ്താൽ മതി. അടുത്തത് നമ്പർ 7, എക്സർസൈസ് റെഗുലർലി ക്യാൻ ഹാവ് ലൈഫ് ചേഞ്ചിങ് ഇംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് വ്യായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ലോങ് ടേം എഫക്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആരെല്ലാം ലോങ് ടേം ആയി വ്യായാമം ചെയ്യുന്നുണ്ടോ അവരുടെ ഏജ് റിലേറ്റീവ് ആയിട്ടുള്ള മെമ്മറി, അതായത് വയസ്സാകുന്ന സമയത്ത് മെമ്മറി കുറയുന്ന അസുഖം മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും. കോഗ്നിറ്റീവ് ഇമ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എക്സർസൈസ് ചെയ്യുന്നത് കൊണ്ട് വയസ്സാകുമ്പോൾ വരാനിരിക്കുന്ന മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് ചെറുപ്പം മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇല്ലാതെയാക്കാൻ കഴിയുമെന്നാണ് തെളിയിച്ചത്. ഇത് ചെയ്യാത്തവർക്കാണ് അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളെല്ലാം വയസ്സാകുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തിൽ 65 വയസ്സിന് മുകളിലുള്ളവർ ആഴ്ചയിൽ 3-4 തവണയെങ്കിലും വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമെൻഷ്യയ്ക്കുള്ള ചാൻസ് വളരെ ലോ ആകുന്നതായിട്ടാണ് കണ്ടെത്തിയത്. ഇപ്പോൾ നിങ്ങൾ യങ് ഏജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൾഷിമേഴ്സ് പോലെയുള്ള അസുഖങ്ങളെ കുറിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ വയസ്സാകുന്ന സമയത്ത് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ തന്നെ വ്യായാമം ചെയ്ത് ശീലിക്കാം. നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിച്ചു വെച്ചോളൂ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. യൂത്ത് ഏജിലും അതുപോലെ മിഡ് ഏജിലും നമ്മൾ ആക്റ്റീവായിരിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ ടിഷ്യൂസിനെയും അതുപോലെ ബ്രെയിനിനകത്തുള്ള ടിഷ്യൂസിനെയും നമുക്ക് ബെറ്റർ ആക്കി മാറ്റുവാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, നിങ്ങൾ വയസ്സാകുന്ന കാലത്തും നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് വളരെയധികം ഉണ്ടായിരിക്കും. അടുത്തത് നമ്പർ 8, ഇംപ്രൂവ്ഡ് എനർജി ലെവൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇനാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡള്ളായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴെല്ലാം നിങ്ങൾ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവായി മാറാൻ സാധ്യത കൂടുതലാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നടന്ന ഒരു അനാലിസിസിൽ പറയുകയാണ്, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയി കീപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എക്സർസൈസുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പഠനങ്ങൾ നടന്നിട്ടുണ്ടോ അതിലെല്ലാം ഒരു കാര്യം കൺക്ലൂഷനിൽ കൃത്യമായി പറയുന്നുണ്ട്. അത് ക്യാൻസർ പേഷ്യന്റ് ആകട്ടെ, അല്ലെങ്കിൽ വയ്യാതെ കിടപ്പിലായി പോയവരാകട്ടെ, എനർജി ഡൗൺ ആയവരാകട്ടെ, ശരീരം ദുർബലപ്പെട്ടു പോയവരാകട്ടെ, എല്ലാവർക്കും ചെറിയ
എക്സർസൈസ് എങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. അടുത്തത് നമ്പർ 9, ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. തലച്ചോറിലേക്ക് നല്ല രക്തപ്രവാഹം ലഭിക്കണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം തലച്ചോറിലേക്ക് രക്തചംക്രമണം കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്ലൂക്കോസിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഓക്സിജന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കാര്യത്തിൽ കുറവ് ഏർപ്പെടും. ഇങ്ങനെ നമ്മുടെ തലച്ചോറിലേക്ക് രക്ത ഓട്ടം കൃത്യമായി ലഭിച്ചില്ല എങ്കിൽ അതെല്ലാം ന്യൂറോൺസിനെ ബാധിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖത്തെയാണ് ഇസ്കീമിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഇസ്കീമിയ അസുഖമൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഫുഡ് ഹാബിറ്റും ശീലമാക്കേണ്ടതാണ്. നൈട്രേറ്റ്സ് അധികമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെയും അതുപോലെ ചിലതരം വ്യായാമങ്ങൾ ചെയ്തുകൊണ്ടും നമുക്ക് തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കൃത്യമായി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. സൗത്ത് വെയിൽസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പുതിയ പഠനത്തിൽ പറയുന്നത് മൈൻഡ് മെമ്മറി ലോസ് ഉള്ള വളരെ വയസ്സായ ആളുകൾക്ക് ഒരു വർഷം മുഴുവൻ നീണ്ട ചെറിയ എക്സർസൈസുകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തിയത് കാരണത്താൽ അവരുടെ തലച്ചോറിലേക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആയതായിട്ട് കണ്ടെത്തി. ഇത് മാത്രമല്ല, വ്യായാമത്തിന് മറ്റു ചില പ്രത്യേകതകളുമുണ്ട്. നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള ഒരു സ്റ്റിഫ്നെസ് റെഡ്യൂസ് ആവുന്നത് കാരണത്താൽ നിങ്ങളുടെ ഹാർട്ടിന് നിങ്ങളുടെ ബോഡിയിലേക്ക് ത്രൂ ഔട്ട് ബ്ലഡ് പമ്പ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് രക്തം ശരിക്കും പമ്പ് ചെയ്യുന്നില്ല എങ്കിൽ മെമ്മറിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളും അതുപോലെ ലേണിംഗ് പ്രോബ്ലംസും കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷനുകളും ഡെവലപ്പ് ആകാൻ സാധ്യതയുണ്ട്. നമ്പർ 10, ഇഫക്ട്സ് ഓൺ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ. എക്സർസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും എന്നുള്ളത് ചെയ്യുന്നവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അനവധി ടോക്സിൻസ് ഒഴിവായി പോകുന്നത്. എക്സർസൈസ് ചെയ്തു വന്ന ശേഷം നിങ്ങൾ ചെറിയൊരു സമയം മാത്രമേ ഉറങ്ങിയുള്ളൂ എങ്കിലും നിങ്ങളുടെ സ്ലീപ്പിംഗിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ആയിട്ടുണ്ടാകും. നമ്മളിൽ ചിലർക്കെല്ലാം ശരിക്കും ഉറക്കം കിട്ടാത്ത പ്രശ്നം ധാരാളമുണ്ട്. ഈ ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്ത പ്രശ്നം നമുക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലറായി നല്ല എക്സർസൈസ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയാൽ മാത്രം മതി. എന്തുകൊണ്ടെന്നാൽ നല്ലപോലെ എക്സർസൈസ് ചെയ്യുന്ന ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ആകും എന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.